സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായല്ലോ. അവിടെ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുമുണ്ടല്ലോ. സുരേഷ്, ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റുവെന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത്. രതീഷ്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക്, സാമ്പത്തിക സൈനിക കേന്ദ്രങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ സൗദി അറേബ്യയിലും അതോടൊപ്പം തന്നെ UAE-യിലും ഒമാനിലും ബഹ്റൈനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണം. രതീഷ് സൂചിപ്പിച്ച സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിന് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത്. മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു. 12 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അമേരിക്കൻ സൈനിക വക്താവ് തന്നെ റോയിട്ടേഴ്സിനോട് പറയുന്നത്. ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതാണ്. ചില സൈനികരുടെ പരിക്ക് ഗുരുതരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യോമതാവളത്തിലേക്ക് ആക്രമണം നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത UAE-യിലേക്കുള്ള ആക്രമണം നടന്നിട്ടുള്ളത് UAE-യിലെ കസാദ് എന്ന് പറയുന്ന പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്കാണ്. കസാദ് സാമ്പത്തിക മേഖല അബുദാബിയിലെ ഏറ്റവും വലിയ. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഗൾഫ് മേഖലയിൽ, ഗൾഫ് റീജിയനിൽ ആകെയുള്ളത്. ഒമാനിലെ സലാല തുറമുഖത്തേക്ക് ഇറാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ മേഖലയിലേക്ക് ഇത് ആദ്യമായി വരുന്ന ഒരു ആക്രമണമാണ് എന്നതാണ് സുരേഷ് നൽകുന്ന വിവരം. ഒപ്പം ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് സലാലയിൽ നിന്ന് വരുന്നത്. അതേസമയം സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. വാണിജ്യ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ UAE-ക്കെതിരെ തുടർച്ചയായ ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഈ മണിക്കൂറിൽ വരികയാണ്.